ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രീ-KG, LKG അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക. ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ നടന്ന സംഗീത സെമിനാർ ശ്രദ്ധേയമായി. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കേരള കലാമണ്ഡലവുമായി സഹകരിച്ച് നടത്തിയ സംഗീത സെമിനാർ ശ്രദ്ധേയമായി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഒരു ദിവസം നീണ്ടുനിന്ന സെമിനാറിൽ സംഗീത വിദ്യാർത്ഥികളും സംഗീത ആസ്വാദകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു നേതൃത്വ നിരയാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ ഒരു കാരണം വിശേഷിച്ച് നമുക്കൊക്കെ പരിചിതന കലാമണ്ഡലത്തിന് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് അതിൻ്റെ ചെയർമാൻ ശ്രീ വിജയമാഷ്. നീള ക്യാമ്പസിൻ്റെ ഡയറക്ടറായിരുന്ന ഒരാളാണ്, ഒരു അക്കാഡമിക്കാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ് ഒരു വ്യത്യസ്തമായ ഒരു എന്താ പറയുന്ന ഒരു അല്ലെങ്കിൽ എനർജി അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്ന സൗണ്ടിനെ കുറിച്ചുള്ള ഈ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു സെമിനാർ, അത് നമ്മൾ ഒരു പുതിയ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ സംഗീതത്തെ എങ്ങനെ നമ്മൾ കലാമണ്ഡലം കാണുന്നു അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ സംഗീത വിഭാഗം കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലപാടാണ് വ്യക്തമാക്കുന്നത്. കാരണം കുട്ടികൾ ഒരിക്കലും പഴയ ഒരു രീതിയുടെ തടവുകാരാവരുത്, മറിച്ച് നമ്മൾ പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. ആ ഒരു ഇമാജിനേഷൻ, ആ ഒരു ഭാവനയിൽ നിന്നാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു സബ്ജക്റ്റിനെ, നമ്മുടെ വിഷയത്തെ നമ്മൾ നിർവചിക്കുന്നത്. കാരണം പലപ്പോഴും ഉദാഹരണത്തിന് ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സംഗീതം എന്ന് പറയുന്നത് അത് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന സംഗീതത്തിൻ്റെ ഒരു പുനർനിർവചനമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ ആർട്ടിസ്റ്റിനെ എന്നുള്ള വളരെ ഒരു പ്രത്യേകമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ മാർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ചേതന സൗണ്ട് സ്റ്റുഡിയോയിലെ ഓഡിയോ എഞ്ചിനീയർ സജിയാർ പ്രബന്ധാവതരണം നടത്തി. സെമിനാറിൽ തത്സമയ ശബ്ദലേഖന സാങ്കേതങ്ങൾ സംഗീത സംവിധായകൻ മനു രമേശൻ പരിചയപ്പെടുത്തി. കേരള കലാമണ്ഡലം സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ കെ സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. കർണാടക സംഗീത വിഭാഗം മേധാവി വിജേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. സംഗീത വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ സെമിനാറിൽ പങ്കെടുത്തവർ സംശയങ്ങൾ പങ്കുവയ്ക്കുകയും വിദഗ്ധർ മറുപടി നൽകുകയും ചെയ്തു. അതാണ് സംഗീതം. ഈ സംഗീതം അഭ്യസിക്കാൻ പറ്റാത്ത അല്ലെ ഇഷ്ടപ്പെടുകയും ഏറ്റവും അധികം കേൾക്കുകയും ചെയ്തിട്ടും അതിൽ നമുക്ക് പാടാനോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാനോ അങ്ങനെയൊന്നും കഴിവില്ലാത്ത, എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഞാനടക്കമുള്ള കുറച്ച് ആളുകൾ. കാരണം ഞങ്ങളൊക്കെ ഈ കലാമണ്ഡലം പോലെയുള്ള സ്ഥലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ടൂറൊക്കെ ആയിട്ട് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണുകയും ഇവിടുത്തെ പാടുന്ന ആളുകളെയും ഡാൻസ് ചെയ്യുന്നവരെയും കഥകളി ഇങ്ങനെയൊക്കെ പ്രോഗ്രാംസൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഗീത ഇൻസ്റ്റിറ്റ്യൂഷനോട് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ വരുന്ന മ്യൂസീഷ്യൻസ്, ഇവിടുത്തെ ടീച്ചേഴ്സായിട്ടുള്ള മ്യൂസീഷ്യൻസുമായിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് റെക്കോർഡിങ്സ് സ്റ്റുഡിയോയിൽ നിറയെ ചെയ്ത് കഴിഞ്ഞു. ഈ അധ്യാപകരൊക്കെ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുകളും കൂടിയാണ്. അപ്പോൾ അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ശബ്ദം എന്ന സെമിനാറിലേക്ക് ആദ്യം കിടക്കാം. അതിൻ്റെ വിവിധ വശങ്ങളുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിയോ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് അല്ല, പകരം ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ ഒരു PG അല്ലെങ്കിൽ ഡിഗ്രി മ്യൂസിക്കിലുള്ള ആളുകൾക്ക് ഇതിൽ CCV ന്യൂസ് ചെറുതുരുത്തി.